നമസ്കാരം ഏവർക്കും മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ HST മലയാളം ഫൈനൽ ടച്ച് സെഷനിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ യൂണിറ്റായ ഗദ്യസാഹിത്യത്തിലെ ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നീ ഭാഗങ്ങളെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ നമുക്കിന്ന് പരിചയപ്പെടും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവയിൽ ഏതാണ്? റെറ്റിനയിൽ പതിഞ്ഞ കാഴ്ചകൾ, തെറ്റി ഓടുന്ന സെക്കൻഡ് സൂചി, ചിത്തരോഗാശുപത്രിയിലെ ദിവസങ്ങൾ, ബലിക്കുറിപ്പുകൾ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നോക്കാം. അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് തെറ്റി ഓടുന്ന സെക്കൻഡ് സൂചി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. തെറ്റി ഓടുന്ന സെക്കൻഡ് സൂചി. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ജീവചരിത്രാത്മക വിമർശനത്തിന്റെ അഗ്രദൂതനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമർശകൻ. ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. ജീവചരിത്രാത്മക വിമർശനത്തിന്റെ അഗ്രദൂതനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമർശകൻ. ഓപ്ഷൻസ്: അലക്സാണ്ടർ പോപ്പ്, ബെൻ ജോൺസൺ, സാമുവൽ ജോൺസൺ, ഇമ്മാനുവൽ കാന്റ്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഒരിക്കൽ കൂടി നോക്കാം. ഓപ്ഷൻസ്: അലക്സാണ്ടർ പോപ്പ്, ബെൻ ജോൺസൺ, സാമുവൽ ജോൺസൺ, ഇമ്മാനുവൽ കാന്റ്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, സാമുവൽ ജോൺസൺ ആണ് ജീവചരിത്രാത്മക വിമർശനത്തിന്റെ അഗ്രദൂതനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമർശകൻ. നമ്മൾ വേഗം തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനമെന്ന കൈവരിക്കുന്നത് PK പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനൻ എന്ന കൃതിയുടെ പ്രകാശനത്തോടു കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നില കൈവരിക്കുന്നത് PK പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനനൻ എന്ന കൃതിയുടെ പ്രകാശനത്തോടു കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അയ്യപ്പ പണിക്കർ, ഉള്ളൂർ, N കൃഷ്ണപിള്ള, നടുവട്ടം ഗോപാലകൃഷ്ണൻ. നമ്മുടെ ഉത്തരം ഏതാണ് എന്ന് നോക്കാം. ഒരിക്കൽ കൂടി ഓപ്ഷൻ വായിക്കാം. അയ്യപ്പ പണിക്കർ, ഉള്ളൂർ, N കൃഷ്ണപിള്ള, നടുവട്ടം ഗോപാലകൃഷ്ണൻ. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അയ്യപ്പ പണിക്കറാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുമായി റിലേറ്റ് ചെയ്ത ഒരു പോയിന്റ് കൂടി നോക്കാം. PK 1944 പ്രസിദ്ധീകരിച്ച സാഹിത്യ പഞ്ചാനനൻ, 1947 പ്രസിദ്ധീകരിച്ച CV രാമൻപിള്ള എന്നീ കൃതികൾ മലയാള ജീവചരിത്ര സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച മാതൃകകളായിട്ട് കരുതപ്പെടുന്നുണ്ട്. 1944 സാഹിത്യ പഞ്ചാനനൻ പരിഷ്കരിച്ച പതിപ്പ് 1958 പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. നെപ്പോളിയനും ജോസഫൈനുമായിരുന്നു PK പരമേശ്വരൻ നായരുടെ ആദ്യ ജീവചരിത്ര കൃതി എന്നുള്ളത്. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗണം തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗണം തിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എ കാറൽ മാക്സ്, ബുദ്ധചരിതം, സാഹിത്യ പ്രണയിനികൾ, കേരള ഭാഷാ പ്രണയികൾ. അടുത്ത നോക്കാം. ബുദ്ധചരിതം, സാഹിത്യ പ്രണയികൾ, കേരള ഭാഷാ പ്രണയികൾ, കാറൽ മാക്സ്. അങ്ങനെ സിയും ഡിയും ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കാറൽ മാക്സും ബുദ്ധചരിതവും സാഹിത്യ പ്രണയികളും കേരള ഭാഷാ പ്രണയികളും ഈ ഒരു ക്രമമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് 1912 പ്രസിദ്ധീകരിച്ച കാറൽ മാക്സിനെ പറ്റിയിട്ടുള്ള മലയാളത്തിലുണ്ടായ ആദ്യ ജീവചരിത്ര കൃതിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1912 പ്രസിദ്ധീകരിച്ച കാറൽ മാക്സിനെ പറ്റി മലയാളത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്ര കൃതിയാണ്. വർഷം 1912 ആണ് വരുന്നത്. സ്വദേശാഭിമാനിയുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കാറൽ മാക്സ് ഈ കൃതികൾ ബോധലക്ഷ്യത്തോടു കൂടി രചിച്ച ജീവചരിത്രങ്ങളാണെന്ന് ഡോക്ടർ PV വേലായുധൻ പിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വദേശാഭിമാനിയുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കാറൽ മാക്സ് ഈ കൃതികൾ ബോധന ലക്ഷ്യത്തോടു കൂടി രചിച്ച ജീവചരിത്രങ്ങളാണെന്ന് ഡോക്ടർ PV വേലായുധൻ പിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് എന്നതുകൂടി ഓർക്കുക. 1913 അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ ബുദ്ധചരിതം ശ്രീബുദ്ധന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ്. ഇത്
അമ്മാളും അമ്മയാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത്. അതായത് 1913 അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ ബുദ്ധചരിതം ശ്രീബുദ്ധന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ്. ഇത് രചിച്ചതാരാണ്? അമ്മാളും അമ്മയാണ്. ഇത് രചിച്ചത് അമ്മാളും അമ്മയാണ്. അതുകൂടി ഓർക്കുക. ശരി, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ആത്മകഥ എന്ന നിലയ്ക്ക് ഇത് കവിയുടെ ജീവിതം പോലെ കുത്തഴിഞ്ഞതാണ്. ഏത് കൃതിയാണ് ഇവിടെ പരാമൃഷ്ടമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ആത്മകഥ എന്ന നിലയ്ക്ക് ഇത് കവിയുടെ ജീവിതം പോലെ കുത്തഴിഞ്ഞതാണ്. ഏത് കൃതിയാണ് ഇവിടെ പരാമർശമാകുന്നത്? നിത്യകന്യകയെ തേടി, കണ്ണീരും കിനാവും, കവിയുടെ കാൽപ്പാടുകൾ, കഴിഞ്ഞ കാലം. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വഴിവിളക്ക് എന്ന പേരിൽ എം.ടി എഴുതിയിട്ടുള്ള ആമുഖക്കുറിപ്പിൽ നിന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. താഴെ തന്നിരിക്കുന്നവരിൽ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ചവർ ആരൊക്കെ? അല്ലെ, ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവരിൽ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ചവർ ആരൊക്കെയാണ്? അല്ലെ, അവരുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ തന്നെയാണ്. അല്ലെ, അവരുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. EMS, വൈക്കത്ത് പാച്ചുമൂത്തത്, KR ഗൗരിയമ്മ, C കേശവൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A, B, C, D എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെ? ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും സിയും ഡിയും ഉണ്ട്, അല്ലെ? ഇതിനകത്ത് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതാത്ത ഒരാളെ ഉള്ളൂ. അത് സി കേശവനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്? EMS ഉണ്ട്, വൈക്കത്ത് പാച്ചുമൂത്തതുണ്ട്, KR ഗൗരിയമ്മയുണ്ട്, അല്ലെ? ഇത് കൂടാതെ തന്നെ ഒരാൾ കൂടിയുണ്ട്, സുകുമാർ അഴീക്കോട് ഉണ്ട് കേട്ടോ. സുകുമാർ അഴീക്കോടിന്റെ ആത്മകഥയുടെ പേരും എന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ആത്മകഥ എന്ന് തന്നെയാണ് സുകുമാർ അഴീക്കോടിന്റെ ആത്മകഥയുടെയും പേര് എന്നുള്ളത് കൂടി ഓർക്കുക. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും എനിക്ക് തോന്നിയതാണ് ഞാൻ എഴുതിയത്. എന്റെ ഉറച്ച ധാരണകൾക്ക് ചങ്ങലയിടുവാൻ എന്നെ ഞാൻ അനുവദിക്കില്ല. തന്റെ ആത്മകഥയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും എനിക്ക് തോന്നിയതാണ് ഞാൻ എഴുതിയത്. എന്റെ ഉറച്ച ധാരണകൾക്ക് ചങ്ങലയിടുവാൻ എന്നെ ഞാൻ അനുവദിക്കില്ല. തന്റെ ആത്മകഥയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? തോപ്പിൽ ഭാസി, സി കേശവൻ, EMS, ചെറുകാട്. ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഇത് ആരുടെ അഭിപ്രായമായിരുന്നു? ഇത് നമ്മുടെ തോപ്പിൽ ഭാസിയുടെ അഭിപ്രായമാണ്, അല്ലെ? തോപ്പിൽ ഭാസിയുടെ അഭിപ്രായമാണ്. അദ്ദേഹം തന്റെ 34-ാം വയസ്സിലാണ് അദ്ദേഹം ഒളിവിലെ ഓർമ്മകൾ രചിക്കുന്നത്. ഒളിവിലെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ 34-ാം വയസ്സിലാണ് അദ്ദേഹം രചിക്കുന്നത്. 1959 ജൂലൈയിൽ തുടങ്ങി ഡിസംബറിൽ അത് എഴുതി തീർന്നുവെന്ന് മുഖവുരയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടിയുണ്ട്, അല്ലെ? 59 ജൂലൈയിൽ തുടങ്ങി ഡിസംബറോടുകൂടി അദ്ദേഹം അത് എഴുതി തീർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകൾ അതിനകത്ത് നന്നേ കുറവാണ് എന്നുള്ളത്. 29 അധ്യായങ്ങളിലായി രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരിണാമവും അതിനിടയിലെ ഒളിവ് ജീവിതവുമാണ് ആത്മകഥയിൽ ആവിഷ്കരിച്ച് കാണുന്നത്. ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചേനാസ് നമ്പൂതിരിപ്പാടിന്റെ തന്ത്ര സമുച്ചയത്തിന് വ്യാഖ്യാനം രചിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. ചേനാസ് നമ്പൂതിരിപ്പാടിന്റെ തന്ത്ര സമുച്ചയത്തിന് വ്യാഖ്യാനം രചിച്ചത് ആരാണ്? മഴമംഗലത്ത് ശങ്കരൻ നമ്പൂതിരി, മഹേശ്വരൻ ഭട്ടതിരി, കേളല്ലൂർ നീലകണ്ഠ സോമയാജി, ദേശമംഗലത്ത് പുഴുത്തിര വാര്യർ. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ് അതിനകത്ത് വന്നിട്ടുള്ളത്, അല്ലെ? അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ചേനാസ് നമ്പൂതിരിപ്പാടിന്റെ തന്ത്ര സമുച്ചയത്തിന് വ്യാഖ്യാനം രചിച്ചത് ആര് എന്നുള്ളതാണ്, അല്ലെ? വ്യാഖ്യാനം രചിച്ചത് ആരാണ്? മഹേശ്വരൻ ഭട്ടതിരിയാണ് അതിന്റെ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ള കുറച്ച് വ്യാഖ്യാനങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചു നോക്കാം. മാനവ വാസ്തു ലക്ഷണം രചിച്ചത് ആരാണെന്ന് നോക്കാം. മാനവ വാസ്തു ലക്ഷണം രചിച്ചത് അത് ആരാണ്? ചേനാസ് നമ്പൂതിരിപ്പാടാണ്. നാരായണൻ നമ്പൂതിരിപ്പാടാണ് മാനവ വാസ്തു ലക്ഷണം രചിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ന്യായരത്നം എന്ന ഗണിത ഗ്രന്ഥം എഴുതിയത് ആരാണ്? ന്യായരത്നം എന്ന ഗണിത ഗ്രന്ഥം രചിച്ചത് പുതുമന ടോമാതിരിയാണ്. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം.
ആര്യഭടീയ ഭാഷ്യം രചിച്ചത് ആര്യഭടീയ ഭാഷ്യം രചിച്ചത് ആരാണ്? കേളല്ലൂർ ശ്രീകണ്ഠൻ സോമയാജിയാണ്. കേളല്ലൂർ ശ്രീകണ്ഠ സോമയാജിയാണ് ആര്യഭടീയ ഭാഷ്യം രചിച്ചത്. ഇനി ജാതകക്രമം ജാതകക്രമം ആരുടേതാണ്? മഴമംഗലത്ത് ശങ്കരൻ നമ്പൂതിരി. ജാതകക്രമം ആരുടേതാണ്? മഴമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിയുടേതാണ്. ഇനി പ്രശ്നസാരമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥം അത് ഇഞ്ചിക്കഴുവ മാധവൻ നമ്പൂതിരിയും മഴമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിയും കൂടി ചേർന്ന് എഴുതിയതാണ്. പ്രശ്നസാരമെന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഈഞ്ചക്കഴുവ മാധവൻ നമ്പൂതിരിയും മഴമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിയുമാണ്. അതുപോലെ തന്നെ മനുഷ്യാലയ ചന്ദ്രിക വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. മനുഷ്യാലയ ചന്ദ്രിക വാസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് രചിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വൈദ്യവുമായി ബന്ധപ്പെട്ട സുഖസാധകം, ഇതൊക്കെ പരീക്ഷയിൽ സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കാണാറുള്ളതാണ്. വൈദ്യവുമായി ബന്ധപ്പെട്ട് സുഖസാധകം അത് വൈക്കത്ത് പാച്ചുമൂത്തതാണ് രചിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ഗ്രന്ഥം നോക്കാം. ഹൃദയപ്രിയം. ഹൃദയപ്രിയം അത് അഷ്ടാംഗ ഹൃദയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വൈക്കത്ത് പാച്ചുമൂത്തത് തന്നെ രചിച്ചതാണ്. ഹൃദയപ്രിയം വൈക്കത്ത് പാച്ചുമൂത്തത് അഷ്ടാംഗ ഹൃദയത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടതാണ്. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. പ്രകൃതിശാസ്ത്രം. പ്രകൃതിശാസ്ത്രം ഊർജതന്ത്ര ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ഊർജതന്ത്രത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. ജോഹനാസ് ഫ്രോൺ മേയർ ആണ്. പ്രകൃതിശാസ്ത്രം ജോഹനാസ് ഫ്രോൺ മേയർ ആണ് രചിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പോയിന്റ് നോക്കാം. മലയാള ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശം എന്ന ബഹുമതിയുള്ള ഗ്രന്ഥം. മലയാള ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശം എന്ന ബഹുമതിയുള്ള ഗ്രന്ഥം ആർ ഈശ്വരപിള്ള തയ്യാറാക്കിയ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലിയാണ്. അതായത് ആർ ഈശ്വരപിള്ള തയ്യാറാക്കിയിട്ടുള്ള സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലിയാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശം എന്ന ബഹുമതി നേടിയ ഗ്രന്ഥം. ഇത് 1937 ഇത് പുറത്തു വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക. മറ്റൊരു പോയിന്റ് കൂടി നോക്കാം. പ്രാചീന ഗണിതം മലയാളത്തിൽ ഇതിന്റെ രചയിതാവ് ആരാണ്? പ്രാചീന ഗണിതം മലയാളത്തിൽ ഇത് രചിച്ചത് CK മൂസത്താണ്. CK മൂസത്താണ് പ്രാചീന ഗണിതം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഭാഷാസൂത്രണം. ഭാഷാസൂത്രണം പൊരുളും വഴികളും. ഭാഷാസൂത്രണം പൊരുളും വഴികളും രചിച്ചതാരാണ്? CM മുരളീധരനാണ്. CM മുരളീധരനാണ്. ഇതിന് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യ സാധ്യതകൾ എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളാണ് സൂചിപ്പിച്ചു പോയത്. ഇനി നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചേരുംപടി ചേർക്കുക എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് അത്തരം 2 ചോദ്യങ്ങൾ നോക്കാം. ചേരുംപടി ചേർക്കുക. പട്ടിക 1, 2 അല്ലെ 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതില് പട്ടിക 1 യാത്രാചരിതം, ശബരിമല യാത്ര, കാശി യാത്ര, കാശി യാത്രാ വർണ്ണനം അല്ലെ. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട സഞ്ചാര സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. വൈക്കത്ത് പാച്ചുമൂത്തത്, പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണിയച്ഛൻ, പന്തളം കേരളവർമ്മ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും അല്ലെ എക്കകത്ത് കൊടുത്തിരിക്കുന്നത് പട്ടിക 2മായി ചേരുംപടി ചേർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം യാത്രാചരിതം. യാത്രാചരിതം ആരുടേതാണ്? യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ് അല്ലെ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ്. യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ്. മദിരാശി യാത്ര അല്ല, ശബരിമല യാത്ര അല്ലെ. ശബരിമല യാത്ര. ശബരിമല യാത്ര ആരുടേതാണ്? ശബരിമല യാത്ര പന്തളം കേരളവർമ്മ അല്ലെ. നമ്മൾ ശബരിമലയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പന്തളം ഓർമ്മ വരാറുണ്ട് അല്ലെ. ആ നിലയിൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ശബരിമല യാത്ര പന്തളം കേരളവർമ്മയുടേതാണ്. ഇനി കാശി യാത്ര. കാശി യാത്ര പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണിയച്ഛൻ. കാശി യാത്ര പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണിയച്ഛൻ. ഇനി അടുത്ത അവസാനത്തത് കാശി യാത്രാ വർണ്ണനം അല്ലെ. കാശി യാത്രാ വർണ്ണനം ഓപ്ഷൻ ഡി അല്ലെ. അത് ആരുടേതാണ്? വൈക്കത്ത് പാച്ചുമൂത്തത് അല്ലെ. വൈക്കത്ത് പാച്ചുമൂത്തതാണ്. ഓക്കെ, ശരി. ഇത്രയുമാണ് അതിന്റെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള കുറച്ച് പോയിന്റുകൾ കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകാം. നമുക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. അതുകൊണ്ട് കുറച്ച് പോയിന്റുകൾ കൂടി സൂചിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അഷ്ടമി യാത്ര. അഷ്ടമി യാത്ര ആരുടേതാണ്? നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടേതാണ്. അഷ്ടമി യാത്ര ആരുടേതാണ്? നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടേതാണ്. ഇനി
മദിരാശി യാത്ര. മദിരാശി യാത്ര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതാണ്. മദിരാശി യാത്ര ആരുടേതാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതാണ്. ഇനി സംഗമേശ യാത്ര. സംഗമേശ യാത്ര ആരുടേതാണ്? വെൺമണി മഹൻ നമ്പൂതിരിയുടേതാണ്. സംഗമേശ യാത്ര ആരുടേതാണ്? വെൺമണി മഹൻ നമ്പൂതിരിയുടേതാണ്. ഇനി അടുത്ത നോക്കാം. മദിരാശി യാത്ര എന്ന് പറയുന്ന മറ്റൊരു കൃതി കൂടി വരുന്നുണ്ട്. മദിരാശി യാത്ര കെ.സി. നാരായണൻ നമ്പ്യാർ. മദിരാശി യാത്ര ആരുടേതാണ്? കെ.സി. നാരായണൻ നമ്പ്യാർ. അടുത്തത് നോക്കാം. കുംഭകോണ യാത്ര. കുംഭകോണ യാത്ര ആരുടേതാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോന്റേതാണ് കുംഭകോണ യാത്ര. കുംഭകോണ യാത്ര. ഇനി ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. രാമേശ്വര യാത്ര വെൺമണി അച്ഛൻ നമ്പൂതിരി. രാമേശ്വര യാത്ര ആരുടേതാണ്? വെൺമണി അച്ഛൻ നമ്പൂതിരിയുടേതാണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. സഹസ്രയോഗം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? സഹസ്രയോഗം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആറ്റൂർ കൃഷ്ണപിഷാരടി, വള്ളത്തോൾ നാരായണ മേനോൻ, പി.എസ്. വാര്യർ, പഴയന്നൂർ രാമപിഷാരടി. നമ്മുടെ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം. ആറ്റൂർ കൃഷ്ണപിഷാരടി, വള്ളത്തോൾ നാരായണ മേനോൻ, പി.എസ്. വാര്യർ, പഴയന്നൂർ രാമപിഷാരടി എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? സഹസ്രയോഗം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവ് അത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടേതാണ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യം കൂടിയാണ്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം, 2 പട്ടികകളാണ്. ദൈവം ഒളിവിൽ പോയ നാളുകൾ. ദൈവം ഒളിവിൽ പോയ നാളുകൾ, നഗ്നരും നരഭോജികളും, ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം, മുറിവേറ്റവരുടെ പാതകൾ. അങ്ങനെ നമ്മൾ പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ദൈവം ഒളിവിൽ പോയ നാളുകൾ, ദൈവം ഒളിവിൽ പോയ നാളുകൾ ആരുടേതാണ്? ദൈവം ഒളിവിൽ പോയ നാളുകൾ വിധു വിൻസെന്റിന്റേതാണ്. വിധു വിൻസെന്റിന്റേതാണ്. ഓക്കെ, വിധു വിൻസെന്റിന്റേതാണ്. നഗ്നരും നരഭോജികളും ആരുടേതാണ്? വേണുവിൻ്റെതാണ് അല്ലെ. വേണുവിൻ്റെതാണ് നഗ്നരും നരഭോജികളും. ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം, ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം ആരുടേതാണ്? സി അനൂപിന്റേതാണ്. സി അനൂപിന്റേതാണ്. അടുത്തത് മുറിവേറ്റവരുടെ പാതകൾ, ഹരിത സാവിത്രി അല്ലെ. ഹരിത സാവിത്രി. ഓക്കെ, അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ശരി, ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് നോക്കാം. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന യാത്രാ വിവരണം രചിച്ചത് ആരാണ്? ആരാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന യാത്രാ വിവരണം രചിച്ചത്? അരുൺ എഴുത്തച്ഛനാണ്. അരുൺ എഴുത്തച്ഛനാണ്. ആനോയുടെ പിറകെ ഗാമയുടെ പിറകെ എന്ന പുസ്തകം രചിച്ചത് ബെന്യാമിൻ ജി.ആർ. ഇന്ദുഗോപൻ എന്നിവരാണ്. മറ്റൊരു പോയിന്റ് നോക്കാം. ഭൂട്ടാൻ വിശുദ്ധ ഭ്രാന്തന്റെ വഴിത്താരകൾ. ഭൂട്ടാൻ വിശുദ്ധ ഭ്രാന്തന്റെ വഴിത്താരകൾ അത് രചിച്ചത് നന്ദിനി മേനോനാണ്. നന്ദിനി മേനോൻ. ഇനി വഴിവിട്ട യാത്രകൾ ആരുടേതാണ്? വഴിവിട്ട യാത്രകൾ വെങ്കിടേഷ് രാമകൃഷ്ണൻ. വഴിവിട്ട യാത്രകൾ വെങ്കിടേഷ് രാമകൃഷ്ണൻ. അടുത്തത് നോക്കാം. തപോവന യാത്ര സക്രിയയുടെ തപോവന യാത്ര. സക്രിയയുടെ തപോവന യാത്ര. ഒന്നുകൂടി നോക്കാം. വഴികളെ എന്നെ കൊണ്ടുപോവതെങ്ങ്. വഴികളെ എന്നെ കൊണ്ടുപോവതെങ്ങ് അത് ഹരികൃഷ്ണന്റേതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് ചർച്ച ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും HST മലയാളം ഫൈനൽ ടച്ചുമായി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. HST മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് HST മലയാളം എന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് 1, 2, 3 ഈ ക്ലാസ് കൂടി ചേർത്ത് 3ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും ക്ലാസ് കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓരോ ചോദ്യങ്ങൾക്കിടയിലും മറ്റനവധിയായിട്ടുള്ള പോയിന്റുകൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ക്ലാസ് അവസാനിക്കുന്നു. വീണ്ടും കാണാം.